എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ 36-ാം ദിവസമാണ് ഇന്ന് ബോക്സ് ഓഫീസിൽ. ലോക ചാപ്റ്റർ 1 ചന്ദ്ര കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. ലോകയുടെ മുമ്പിലുള്ളത് തുടരുമെന്ന ലാരട്ടൻ ചിത്രം മാത്രമായിരുന്നു. തുടരുമെന്ന സിനിമയുടെ കളക്ഷൻ ലോക മറികടന്നു. നമ്മൾ രണ്ട് സിനിമകളുടെയും ട്രാക്കിംഗ് കേരള കളക്ഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായ ആ ഒരു കണക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കേരള ബോക്സ് ഓഫീസിലെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം തുടരുമെന്ന ലാലട്ടൻ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 56 ദിവസങ്ങളാണ് പ്രദർശിപ്പിച്ചത്. അതേസമയം ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇന്ന് 36-ാം ദിവസം പ്രദർശനം തുടരുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ തുടരുമെന്ന സിനിമ ടോട്ടലായി പ്രദർശിപ്പിച്ചത് ഏകദേശം 44,292 ഷോകളാണ്. അതേസമയം ലോക ഇതുവരെ 36-ാം ദിവസം 50,000 ഷോകൾ കേരള ബോക്സ് ഓഫീസിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഓഡിയൻസായി ഇരു ചിത്രങ്ങളുടെയും ട്രാക്ക് ചെയ്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ 67 ലക്ഷം പേരാണ്. അതായത് കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഷോകളിൽ നിന്നും ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഷോയിൽ നിന്നും രണ്ട് സിനിമകളുടെയും തിയേറ്റർ ഓക്യുപ്പൻസി തുടരും സിനിമയുടേത് 55% ലോകയുടേത് 54%. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഫൈനലായി തുടരുമെന്ന സിനിമയുടെ ഹൗസ്ഫുൾ ഷോകളുടെ എണ്ണം 3,898 ആണ്. അതേസമയം ലോകയുടേത് 4,503 ഹൗസ്ഫുൾ ഷോകൾ ഇതുവരെ ചിത്രം കളിച്ചിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ലാലട്ടൻ ചിത്രം തുടരുമെന്ന സിനിമയുടെ ഫൈനൽ കേരള ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ 107,19,00,000 രൂപയാണ്. ഇപ്പോഴിതാ ലോകയുടെ ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ കേരള ട്രാക്കിംഗ് 107,37,00,000 രൂപ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ലാലട്ടൻ ചിത്രം തുടരുമെന്ന സിനിമയുടെ ഫൈനൽ കേരള ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ 107,19,00,000 രൂപയാണ്. ഇപ്പോഴിതാ ലോകയുടെ ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ കേരള ട്രാക്കിംഗ് 107,37,00,000 രൂപ കഴിഞ്ഞിട്ടുണ്ട്. 107,19,00,000 രൂപ അന്ന് ഫൈനൽ കഴിഞ്ഞിരിക്കുന്ന തുടരുമെന്ന സിനിമയുടെ കേരള കളക്ഷൻ 118 കോടിയായിരുന്നു. എന്നിട്ടും 107,37,00,000 രൂപ നിലവിൽ ലോക സ്വന്തമാക്കിയിട്ടും 118 കോടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടില്ലെന്നാണ് പ്രമുഖ ട്രാക്കിംഗ് വെബ്സൈറ്റുകളെല്ലാം പറയുന്നത്. എന്തുകൊണ്ട് തുടരുമെന്ന സിനിമയുടെ കളക്ഷൻ മാത്രം കേരള ബോക്സ് ഓഫീസിൽ ഇത്രയും അധികം വന്നു? എന്തുകൊണ്ട് ലോക എന്ന സിനിമക്ക് ഇത്രയധികം ട്രാക്കിംഗ് കളക്ഷൻ വന്നിട്ട് തുടരുമെന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് കേരള ബോക്സ് ഓഫീസിൽ ലോകക്ക് മറികടക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ ഒരു ട്രാക്കർമാരാണോ മലയാള സിനിമയെ ഭരിക്കുന്നത്, ഇൻഡസ്ട്രി ഹിറ്റൊക്കെ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.